പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ വിത്ത് പാകി മുളപ്പിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. ഞാൻ സാധാ പോട്ടി മിക്സ് തന്നെ എടുത്തിരിക്കുന്നത്. മണൽത്തരികളോട് കൂടിയിട്ടുള്ള മണ്ണെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തിരി ചാണകപ്പൊടി ചേർത്തിട്ടുണ്ട്. പെറ്റൂണിയും ക്രിസാന്തത്തിൻ്റെ വിത്താണ് പാകുന്നത്. മണ്ണ് ഞാൻ സ്പ്രേ ചെയ്തിട്ടാണ് വിത്ത് പാകിയതിന് ശേഷം എല്ലാ പ്രാവശ്യവും നനയ്ക്കാറ്. ഇപ്രാവശ്യം മണ്ണ് പോട്ടിലേക്ക് നിറച്ചതിന് ശേഷം നന്നായി ഒരു കപ്പ് വെള്ളം നനച്ച് കൊടുത്തു. എന്നിട്ട് വിത്ത് അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുത്തു. ഇത് 3-ാം ദിവസം തന്നെ അത് മുളച്ച് വന്നിട്ടുണ്ട്. സ്പ്രെയർ കൊണ്ട് നനയ്ക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇതിങ്ങനെ നനയ്ക്കുമ്പോൾ 2-3 ദിവസം വരെയൊന്നും നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 3-ാം ദിവസം തന്നെ മുളച്ചു വന്നു. ഇന്നേക്ക് 4-ാം ദിവസമായി. ഇന്നത്തെ എൻ്റെ ഗ്രോത്ത് ഞാൻ എടുത്തിട്ടില്ല. 3-ാം ദിവസത്തിൽ നിന്ന് ഇതുപോലെ മുളച്ച് വരൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴും മണ്ണ് ഡ്രൈ ആകുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നനച്ചിട്ട് പാകുന്നതാണ് എളുപ്പം. സ്പ്രേ ചെയ്യുമ്പോൾ മണ്ണിന് നനവ് നിൽക്കില്ല, പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നനച്ചുകൊണ്ടിരിക്കണം. ഇത് കുറേ ദിവസം നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോഴും മണ്ണിന് അതേ നനവ് കിട്ടുന്നുണ്ട്. ഒരാഴ്ച വരെ നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ സ്പ്രേയർ കൊണ്ട് നനച്ച് കഴിഞ്ഞാൽ എത്ര വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ മണ്ണിന് ഉണക്കം വരും. ഇങ്ങനെ പാകുന്നതാണ് എളുപ്പം. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് നിങ്ങളും ചെയ്ത് നോക്കും. വളരെ എളുപ്പമായൊരു മാർഗ്ഗമായിട്ടാണ് എനിക്കിന്ന് തോന്നിയത്. ഇനി ഇതിൻ്റെ അപ്ഡേഷൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. എല്ലാവരും വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.